നമസ്കാരം. പ്രധാന വാർത്തകൾ. മധ്യവേനൽ അവധി കഴിഞ്ഞ സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറന്നു. പ്രവേശനോത്സവം ഒരുക്കി ആഘോഷപൂർവ്വം കുട്ടികളെ വരവേറ്റ് വിദ്യാലയങ്ങൾ. വിദ്യാഭ്യാസ രംഗത്തെ നിലവാരം ഉയർത്തുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. പുതുയുഗ വിദ്യാലയങ്ങൾ സൃഷ്ടിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി. കൈലിയാട്, എലിയപ്പറ്റ, ചളവറ, മുണ്ടക്കോട്ടുകുറിശി റോഡുകളുടെ തകർച്ച. പ്രതിഷേധവുമായി ബി.ജെ.പി. ചളവറ സെന്ററിൽ റോഡ് ഉപരോധിച്ചു. ജനങ്ങളെ വെല്ലുവിളിച്ചാൽ ഭരിക്കുന്നവരെ താഴെയിറക്കുമെന്ന് താക്കീത്. മണ്ണാർക്കാട് നഗരസഭാ ബസ് സ്റ്റാൻഡിൽ താൽക്കാലികമായി നടപ്പാക്കിയ ക്രമീകരണം തുടരാനാവില്ലെന്ന് ബസ് ഉടമകളും ജീവനക്കാരും. പരിഷ്കാരം അടിച്ചേൽപ്പിച്ചാൽ സർവീസ് നിർത്തിവെക്കുമെന്നും നേതാക്കൾ. അങ്ങാടിപ്പുറം, വാണിയമ്പലം, നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനുകളിൽ പ്ലാറ്റ്ഫോമുകളുടെ നീളം കൂട്ടും. തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് നിലമ്പൂരിലേക്ക് നീട്ടുന്ന ആവശ്യം പരിഗണിക്കുമെന്നും ദക്ഷിണ റെയിൽവേ അഡീഷണൽ ജനറൽ മാനേജർ. വാർത്തകൾ വിശദമായി. മധ്യവേനൽ അവധി കഴിഞ്ഞ സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറന്നു. പ്രവേശനോത്സവത്തോടെ കുട്ടികളെ സ്കൂളുകളിലേക്ക് വരവേറ്റു. നവാഗതരെ സ്വീകരിക്കാൻ വർണ്ണാഭമായ പരിപാടികൾ സ്കൂളുകളിൽ ഒരുക്കിയിരുന്നു. കുട്ടികളുടെ കളിച്ചിരികളും കലപിലയുമായി സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ വീണ്ടും ഉണർന്നു. 2 മാസത്തെ വേനലവധി കഴിഞ്ഞ പ്രവേശനോത്സവത്തോടെ കുട്ടികളെ സ്കൂളുകളിലേക്ക് വരവേറ്റു. നവാഗതരെ ആഘോഷപൂർവ്വമാണ് സ്കൂളുകളിലേക്ക് സ്വീകരിച്ചത്. കുട്ടികൾക്ക് മധുരം നൽകിയും പാട്ടും കളികളുമെല്ലാമായി ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു അധ്യയന വർഷത്തിന്റെ തുടക്കം. കുട്ടികൾക്കൊപ്പം ജനപ്രതിനിധികളും രക്ഷിതാക്കളും നാട്ടുകാരുമെല്ലാം പ്രവേശനോത്സവത്തിൽ പങ്കുചേർന്നു. കുട്ടിക്കുറുമ്പും കുസൃതികളും കളിച്ചിരിയുമെല്ലാമായി പുതിയ വിദ്യാലയ അന്തരീക്ഷവുമായി കൊച്ചുകൂട്ടുകാർ പെട്ടെന്ന് തന്നെ ഒത്തുചേർന്നു. ചിലർക്ക് പുതിയ കൂട്ടുകാരെ കിട്ടിയ സന്തോഷമായിരുന്നുവെങ്കിൽ മറ്റു ചിലർ അല്പം ഗൗരവം ഒളിപ്പിച്ചായിരുന്നു ആദ്യ ദിനം ക്ലാസ്സിലിരുന്നത്. അധ്യാപകരും കുട്ടികളെ സ്നേഹവായ്പോടെ ചേർത്തിരുത്തി. ഏകദേശം 2 ലക്ഷത്തോളം കുരുന്നുകളാണ് ഇത്തവണ പുതുതായി 1ാം ക്ലാസ്സിലേക്ക് അക്ഷരമധുരം നുകരാനെത്തിയത്. 1 മുതൽ 10ാം ക്ലാസ് വരെയായി സംസ്ഥാനത്താകെ 31 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഭാഗമാകുന്നത്. ജില്ലാ, ബ്ലോക്ക്, പഞ്ചായത്ത്, സ്കൂൾ തലങ്ങളിൽ ജനപ്രതിനിധികളുടെയും PTA ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ വിപുലമായ രീതിയിലാണ് പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിച്ചത്. വിദ്യാലയങ്ങളിലെ പ്രവേശനോത്സവത്തിൽ കുട്ടികൾ ഹാപ്പി. മലപ്പുറം ജില്ലയിൽ 1/2 ലക്ഷം കുട്ടികളാണ് 1ാം ക്ലാസ്സിൽ ചേർന്നത്. പ്രവേശനോത്സവത്തിന്റെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി എ പി അനിൽകുമാർ വണ്ടൂരിൽ നിർവഹിച്ചു. പെരിന്തൽമണ്ണ സബ് ജില്ലാതല ഉദ്ഘാടനം പെരിന്തൽമണ്ണ സെൻട്രൽ GLP സ്കൂളിൽ നടന്നു. വ്യത്യസ്തമായ പരിപാടികളോടെ പാതായിക്കര AUP സ്കൂളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. വളരെ സന്തോഷമായി. സ്കൂൾ തുറന്നു. ജൂൺ 1 ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. സ്കൂൾ തുറന്ന് പുതിയ ക്ലാസ്സും പുതിയ ടീച്ചേഴ്സും പുതിയ കുട്ടികളും പുതിയ കൂട്ടുകാരൊക്കെ ആയിട്ട് നല്ല സന്തോഷത്തിൽ കളിച്ച് നടക്കുകയാണ് ഞങ്ങൾ. എല്ലാവർക്കും നല്ല സന്തോഷമാണ്. ഇപ്പം സ്കൂളൊക്കെ പുതിയതായിട്ട് തുറന്നു. കുറേ കുട്ടികൾ വന്നു. പിന്നെ കുറേ കുഞ്ഞു മക്കൾ വന്നിട്ടുണ്ട്. പിന്നെ ടീച്ചേഴ്സിനെയും മാഷ്മാരെയും എല്ലാവരെയും കാണാൻ പറ്റി. പിന്നെ കൂട്ടുകാരെയും കാണാൻ പറ്റി. എല്ലാവരെയും കൂടെ കൂട്ടിയപ്പോൾ വലിയ സങ്കടമായിരുന്നു. പിന്നെ സ്കൂൾ തുറന്നപ്പോൾ നല്ല സന്തോഷമായി. എല്ലാവരെയും കാണാൻ പറ്റി. ഈ അധ്യയന വർഷത്തിൽ ഞങ്ങൾ കുട്ടികളെ വളരെ സന്തോഷത്തോടെയാണ് സ്കൂളിലേക്ക് വരവേറ്റിട്ടുള്ളത്. അവരെന്നെ അതുപോലെ കുട്ടികളും അതേ വളരെ സന്തോഷത്തോടെയാണ് സ്കൂളിലേക്ക് വന്നിട്ടുള്ളത്. പുതിയ അധ്യയന വർഷത്തേക്ക് KG കുട്ടികളും അതുപോലെ മറ്റുള്ള ക്ലാസ്സിലേക്ക് കുട്ടികളൊക്കെ പുതിയ ബാഗും അതുപോലെ KG കുട്ടികൾ പുതിയ യൂണിഫോം ഒക്കെ ഇട്ട് വന്ന് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം. ഞങ്ങൾക്ക് നല്ല രീതിയിൽ അവരെ വരവേൽക്കാൻ സാധിച്ചു. ഞങ്ങൾക്ക് കുട്ടികളെ സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ വളരെ വർണ്ണാഭമായ ഒരു ചടങ്ങ് തന്നെ ഇവിടെ നടത്തിയിട്ടുണ്ട്. പിന്നെ കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലാണെന്ന് ഞങ്ങൾ ടീച്ചേഴ്സും വളരെ സന്തോഷത്തിലാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും നല്ലൊരു അധ്യയന വർഷമാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാ കുട്ടികൾക്കും നല്ല സന്തോഷത്തിലൂടെ എല്ലാവർക്കും സ്വീറ്റ്സും മധുര പലഹാരങ്ങളും എല്ലാം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. കുട്ടികളൊക്കെ വളരെയധികം സന്തോഷത്തോടെയാണ് ഞങ്ങൾ എത്തിക്ക് വന്നിട്ടുള്ളത്. ഇവിടെ വരുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഞങ്ങൾ സ്വന്തം മക്കളെ പോലെയാണ് നോക്കുന്നത്. ടീച്ചർമാരായാലും ആയമാരായാലും സ്വന്തം മക്കളെ പോലെ കൈകളിൽ സുരക്ഷിതമായി ഇവിടെ വന്നാൽ വൈകുന്നേരം വരെ ഞങ്ങൾ
നോക്കും. പുതിയ അധ്യയന വർഷത്തിന് ജൂൺ 1 തന്നെ തുടക്കമായി. പ്രവേശനോത്സവ ചടങ്ങുകളോടെ കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് വരവേറ്റു. മലപ്പുറം ജില്ലയിൽ 1,00,000 കുട്ടികളാണ് പുതുതായി 1-ാം ക്ലാസ്സിൽ ചേർന്നത്. ജില്ലയിലെ 1500-ലേറെ വരുന്ന വിദ്യാലയങ്ങളിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ 8 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമിട്ടു. ജില്ലാതല പ്രവേശനോത്സവം വണ്ടൂർ തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ സെൻട്രൽ GLP സ്കൂളിൽ നടന്ന പെരിന്തൽമണ്ണ സബ് ജില്ലാതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. പാതായ്ക്കര AUP സ്കൂളിലും വ്യത്യസ്തമായ പരിപാടികളോടെ പ്രവേശനോത്സവം നടന്നു. അധ്യാപകരുടെയും PTA-യുടെയും നേതൃത്വത്തിൽ വർണ്ണാഭമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. പുതുതായി സ്കൂളിൽ ചേർന്നവർക്കായുള്ള ഫോട്ടോ സെഷനിൽ കുട്ടികളും രക്ഷിതാക്കളും ഫോട്ടോ എടുത്തു. ഫോട്ടോ സ്പോട്ടിൽ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ പകർത്തി. പ്രവേശനോത്സവം മുനിസിപ്പൽ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ ഉദ്ഘാടനം ചെയ്തു. ഹാപ്പിയിലല്ലേ എല്ലാവരും? ഇപ്പോൾ പ്രവേശനോത്സവമാണല്ലേ, എല്ലാ കുട്ടികളും നല്ല സന്തോഷത്തിൽ വന്നിരിക്കുകയാണല്ലേ. ഇന്ന് പിന്നെ നമുക്ക് കളിച്ചിരിക്കാം. നാളെ മുതൽ നമ്മൾ ക്ലാസ് തുടങ്ങും. അപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങിയതിന് ശേഷം നമ്മളെ നല്ല കുട്ടികളായിട്ട് എല്ലാ കുട്ടികളും പഠിച്ച് നല്ല വലിയ വലിയ മാർക്കൊക്കെ വാങ്ങി നല്ല കുട്ടികളായി മാതാപിതാക്കളൊക്കെ അനുസരിച്ച് നമ്മളെ ടീച്ചേഴ്സിനൊക്കെ അനുസരിച്ചിട്ട് നല്ല കുട്ടികളായിട്ട് മുന്നോട്ട് പോകണം കേട്ടോ. കുട്ടികളുടെ പ്രവേശനോത്സവത്തിന് കുട്ടികളുടെ ഡോക്ടർ തന്നെ എത്തിയത് ശ്രദ്ധേയമായി. നടനും ശിശുരോഗ വിദഗ്ധനുമായ ഡോക്ടർ V. വേണുഗോപാലായിരുന്നു മുഖ്യാതിഥി. എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെയൊക്കെ ചെറുപ്പകാലം, അത് കുറേ കൊല്ലം മുമ്പാട്ടോ, അടുത്തൊന്നല്ല. ഏതായാലും അന്ന് ഒരാഴ്ച കരച്ചിലും പിഴിച്ചിലും ബഹളം, അമ്മമാരെ കയറി നിലവിളി, അടി, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഇതുപോലെ ഒരു ആഘോഷത്തിൻ്റെ മൂഡിൽ ഇവിടെ കുട്ടികൾക്ക് വരുമ്പോൾ ഒരു ടെൻഷനും ഇല്ലാതെ അവരിവിടെ തുടങ്ങുന്നു. ഇന്നിവിടെ പ്രവേശനം എടുത്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും വളരെ മെച്ചമായ വിദ്യാഭ്യാസം കിട്ടണം. അവരുടെ ജീവിതത്തിൽ അത് ഉതകണം എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ മികച്ച തഹസിൽദാർക്കുള്ള പുരസ്കാരം നേടിയ A. വേണുഗോപാൽ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് കുട്ടി 1-ാം ക്ലാസ്സിൽ വരിക എന്ന് പറഞ്ഞാൽ ആകെ കരഞ്ഞ് ബഹളം വെച്ചുകൊണ്ടുള്ള ഒരു അന്തരീക്ഷമാണ്. എന്നാൽ ഇന്നത്തെ കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും, വളരെ സന്തോഷവദനരായി 1000 നക്ഷത്ര കണ്ണുകൾ മിന്നിത്തിളങ്ങുന്ന പിഞ്ചോമനകളായാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം അവർക്ക് അവരുടെ വീട്ടിൽ നിന്നും അവരുടെ സമൂഹ ജീവിതം അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. യാതൊരു പരിഭവവുമില്ലാതെ യാതൊരു മടിയുമില്ലാതെയാണ് LKG-ക്കാരും 1-ാം ക്ലാസ്സുകാരും ഒക്കെ ഈ അക്ഷരമുറ്റത്തേക്ക് നടന്നു വന്നിരിക്കുന്നത്. സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഈ വർഷവും ഏറെ മാറ്റങ്ങളോടെയാണ് പതായ്ക്കര സ്കൂൾ തുടക്കമിട്ടത്. സ്കൂളിന്റെ വിദ്യാഭ്യാസ വികസന കാഴ്ചപ്പാടുകൾ മാനേജർ സുനിൽ ചെമ്പത്ത് വിവരിച്ചു. ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് ഭൗതിക സാഹചര്യങ്ങളും അക്കാദമിക നിലവാരവും കൂട്ടി ഉറപ്പാക്കി അവർക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കി കൊടുക്കുക, ഇതാണ് ഈ സ്കൂളിൻ്റെ വിഷൻ. ആ വിഷനിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് 2016 മുതൽ ഇപ്പം 2026 വരെ നാം നടത്തിയിട്ടുള്ളത്. ഓരോ അധ്യയന വർഷവും പുതുതായി ഓരോ പരിപാടികൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നാം ആസൂത്രണം ചെയ്യുന്നു. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ സർഗ കലാവാസനകളെയെല്ലാം തന്നെ പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിൽ ടാലന്റ് ലാബ് എന്ന ഒരു പരിപാടിയുണ്ട്. കുട്ടികൾക്കുള്ള സർഗകലാവാസനകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ കലാവാസനകളും, അമ്പെയ്ത്ത്, കളരിപ്പയത്ത്, ചെസ്സ്, മറ്റ് മോഹിനിയാട്ടം, ഭരതനാട്യം എന്ന് തുടങ്ങി എല്ലാ നാട്യ കലകളും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള അത് പഠിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ശനിയാഴ്ചകളിലും ടാലന്റ് ലാബിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നു. പ്രധാനാധ്യാപിക ശ്രീജ PM, PTA പ്രസിഡന്റ് M. വിനോദ്, MTA പ്രസിഡന്റ് P. സെറീന, മുൻ പ്രധാനാധ്യാപകൻ P. വിജയൻ, സുരേഷ് ചെമ്പത്ത്, സ്റ്റാഫ് സെക്രട്ടറി അബ്ദുറഹ്മാൻ ഫാറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു. SSLC, USS ജേതാക്കളെ ചടങ്ങിൽ അനുമോദിച്ചു.
വിദ്യാഭ്യാസ രംഗത്തെ നിലവാരം ഉയർത്തുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി എ.പി. അനിൽകുമാർ പറഞ്ഞു. വണ്ടൂർ തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മലപ്പുറം ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരീക്ഷയിൽ ലഭിക്കുന്ന A+കളുടെ എണ്ണത്തെക്കാളുപരി നിലവാരമുള്ള വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് ലഭിക്കണമെന്നും ഇതിനായി വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നും റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ പറഞ്ഞു. 10ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥി അറിവിലും എഴുത്തിലും വായനയിലും മികവുള്ളവരാകണം. ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളും മിടുക്കരാകുന്ന അവസ്ഥയുണ്ടാവണം. ലോകം മുഴുവൻ അറിവും തൊഴിലും നേടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നത് വിദ്യാലയങ്ങളാണ്. ഇത്തരത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച മാറ്റങ്ങൾ കൊണ്ടുവന്ന് പുതുയുഗ വിദ്യാലയങ്ങളാക്കാൻ സർക്കാർ നേതൃത്വം നൽകുമെന്നും മന്ത്രി എ.പി. അനിൽകുമാർ പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കി ലോകത്ത് മുഴുവൻ നമ്മുടെ കുട്ടികൾക്ക് എത്തിപ്പെടാൻ കഴിയുന്ന തലത്തിലേക്ക്, അത് ജോലിയുടെ കാര്യത്തിൽ നമുക്കറിയാം, കേരളം മാത്രമായിരുന്നു മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയായി കണ്ടു. പക്ഷേ ഇന്ന് ഇതര സംസ്ഥാനങ്ങൾ, ഇതര രാജ്യങ്ങൾ, ലോകത്തെല്ലായിടത്തും മലയാളികൾ ആ ഒരു ലോകത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും പറക്കുവാനുള്ള ചിറകുകൾ നൽകുന്നത് ഈ വിദ്യാലയങ്ങളിലെ വിദ്യാഭ്യാസ രീതിയിലുള്ള തുടക്കങ്ങളാണ്. ഇവിടെ നിന്ന് ലഭിക്കുന്ന അറിവാണ്, വിവരമാണ്, സാങ്കേതിക ജ്ഞാനമാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്തും പോയി നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് പഠിക്കാൻ കഴിയും. അതുകൊണ്ട് ലോകം മുഴുവൻ പറന്നു നടക്കാനുള്ള ചിറകുകൾ നൽകുന്ന കേന്ദ്രങ്ങളായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിദ്യാരംഗം കലാസാഹിത്യവേദി 2025 നടത്തിയ സർഗോത്സവത്തിൽ 17 ഉപജില്ലകളിൽ നിന്ന് പങ്കെടുത്ത സാഹിത്യ പ്രതിഭകളായ വിദ്യാർത്ഥികൾ രചിച്ച കവിതകളുടെ സമാഹാരം സ്മൃതിയുടെ പ്രകാശനവും തിരുവാലി സ്കൂളിന്റെ വീഡിയോ പ്രദർശന ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ പി.കെ. അസലു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് സമിതി ചെയർപേഴ്സൺ കെ.ടി. അജ്മൽ, വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമൃത, തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ താരിയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം പി.എച്ച്. ഷമീം, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. ഒറ്റ പ്രസവത്തിൽ ജനിച്ച 3 സഹോദരങ്ങളും ഒരേ ദിവസം ഒരുമിച്ച് സ്കൂളിലേക്ക് യാത്ര തിരിച്ചതിന്റെ അപൂർവ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് വാണിയംകുളം പുലാച്ചിത്ര ചക്കിങ്ങൽ വീട്ടിൽ ദീപുവിന്റെയും ഹർഷയുടെയും മക്കളായ സാൻവി, ധ്രുവ്, തൻവി എന്നീ 3 കൺമണികളാണ് ജന്മദിനത്തിന്റെ മധുരവും പുത്തൻ സ്കൂളിലേക്ക് പോകുന്നതിന്റെ ആവേശവുമായി വിദ്യാലയമുറ്റത്ത് എത്തിയത്. ജൂൺ 1 ഇവരുടെ ജന്മദിനം കൂടിയായിരുന്നു. തങ്ങളുടെ പിറന്നാൾ ദിനത്തിൽ തന്നെ മൂവരും ആദ്യമായി സ്കൂളിന്റെ പടികടന്നു എന്ന പ്രത്യേകതയും ഇന്നത്തെ ദിവസത്തിനുണ്ടായിരുന്നു. ചെറുകാട്ടുപുലം CPV LP സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിലാണ് മൂവരും പ്രവേശനം നേടിയത്. ഒരേപോലെയുള്ള സ്കൂൾ യൂണിഫോമും ധരിച്ച് ചെറിയച്ഛൻ ഷിബു പിറന്നാൾ സമ്മാനമായി നൽകിയ പുത്തൻ ബാഗുകളുമേന്തി അതീവ സന്തോഷത്തോടെയാണ് കുരുന്നുകൾ സ്കൂളിലെത്തിയത്. കഴിഞ്ഞ വർഷം അംഗൻവാടിയിൽ പോയ പരിചയമുള്ളതിനാൽ പൊതുവെ കുട്ടികൾക്കുണ്ടാകാറുള്ള ആദ്യദിന കരച്ചിലോ സങ്കടങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെയാണ് മൂവരും ക്ലാസ് മുറിയിലേക്ക് നടന്നു നീങ്ങിയത്. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സ്കൂളിലെത്തിയ കുട്ടികളെ പ്രധാനാധ്യാപിക R. ശ്രീപ്രിയയുടെ നേതൃത്വത്തിൽ അധ്യാപകർ ചേർന്ന് സ്നേഹത്തോടെ സ്വീകരിച്ചു. ആദ്യ ദിനത്തിന്റെ യാതൊരുവിധ അപരിചിതത്വവുമില്ലാതെ മറ്റു കൂട്ടുകാർക്കൊപ്പം വളരെ സന്തോഷത്തോടെയാണ് മൂവരും ക്ലാസ് മുറിയിൽ ഒരുമിച്ചിരുന്ന് സമയം ചിലവഴിച്ചത്. നല്ല ഉത്സാഹത്തോടെയാണ് മക്കൾ 3 പേരും ക്ലാസ് മുറിയിൽ ഇരിക്കുന്നതെന്ന് അമ്മ ഹർഷ പറഞ്ഞു. മക്കൾ 3 ഇന്ന് ജന്മദിനത്തിന്റെ അന്നാണ് സ്കൂളിലേക്ക് വന്നിട്ടുള്ളത്. അവര് നല്ല ഉത്സാഹത്തിലാണ് ഇരിക്കുന്നത്. കരച്ചിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, സന്തോഷത്തിലാണ് ഉള്ളത്. വിദ്യാലയത്തിലെ ആദ്യ ദിനവും ജന്മദിനവും ഒത്തുവന്ന അത്യപൂർവ നിമിഷത്തിൽ മൂവർക്കും സ്കൂളിൽ വെച്ച് ഗംഭീരമായ ജന്മദിനാശംസകളും നേർന്നു. അധ്യാപകരും സഹപാഠികളും രക്ഷിതാക്കളും ഒത്തുചേർന്ന കുട്ടികൾക്ക് ജന്മദിന മംഗളങ്ങൾ നേർന്നത് പ്രവേശനോത്സവത്തിന്റെ മാറ്റുകൂട്ടി. പ്രധാനാധ്യാപിക R. ശ്രീപ്രിയയും മൂവർക്കും ആശംസകൾ നേർന്നു. ഒരേ സമയം ജനിച്ച 3 കുട്ടികൾ, സാൻവി, തൻവി, ധ്രുവ് പറഞ്ഞ 3 കുട്ടികൾ. വേറെ പ്രത്യേകത കൂടി ഉണ്ട്, നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല, നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടിയാണ്, അവരുടെ ജന്മദിനം, നാളെയല്ല ജന്മദിനം കൂടിയാണെന്ന്. അപ്പൊ എല്ലാവരും അവർക്ക് നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞാൽ വളരെ സന്തോഷമാവും കുട്ടികൾക്കും പാരന്റ്സിനും.
ഇരട്ടി മധുരത്തോടെ വിദ്യാലയ മുറ്റത്തേക്ക് ഒന്നിച്ചു ചുവടുവെച്ച ഈ മൂവർ സംഘം ഇപ്പോൾ ചെറുകാട്ടുപുലം സ്കൂളിലെ പ്രധാന ആകർഷണമായി മാറിയിരിക്കുകയാണ്. കൈലിയാട് എലിയപ്പറ്റ ചളവറ മുണ്ടക്കോട്ട് കൃഷി റോഡുകളുടെ തകർച്ച പരിഹരിക്കാത്തതിൽ പ്രതിഷേധവുമായി BJP. ചളവറ സെന്ററിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തിങ്കളാഴ്ച റോഡ് ഉപരോധിച്ചു. BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ ഉപരോധം ഉദ്ഘാടനം ചെയ്തു. റോഡ് ഉപരോധം അല്പസമയങ്ങൾക്കുള്ളിൽ ചളവറ പഞ്ചായത്ത് ഓഫീസിന് തൊട്ട് മുന്നിൽ വെച്ച് നടക്കുന്നു. BJPയുടെ പാലക്കാട് വെസ്റ്റ് ജില്ലയുടെ ആരാധ്യനായിട്ടുള്ള പ്രസിഡന്റ് റോഡുകളെല്ലാം തകരുമ്പോൾ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും സഹകരണം. ചളവറ പഞ്ചായത്തിലെ പ്രധാന റോഡുകളായ കൈലിയാട് എലിയപ്പറ്റ ചളവറ മുണ്ടക്കോട്ട് കൃഷി റോഡുകളുടെ തകർച്ചയിൽ പ്രതിഷേധിച്ചാണ് BJP ചളവറ സെന്ററിൽ റോഡ് ഉപരോധിച്ചത്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിൽ യാത്ര ദുരിതപൂർണമാണെന്ന് ആരോപിച്ചായിരുന്നു സമരം. ചളവറ പഞ്ചായത്ത്, ഹൈസ്കൂൾ, കൃഷിഭവൻ, കനറ ബാങ്ക് തുടങ്ങി സർക്കാരേതര സ്ഥാപനങ്ങളിലേക്കെല്ലാം ആളുകൾ എത്തിപ്പെടാൻ ആശ്രയിക്കുന്ന റോഡുകളാണ് ഇതെന്നും തകർച്ച മൂലം ഈ റോഡുകളിൽ അപകടങ്ങൾ പതിവായിരിക്കുകയാണെന്നും BJP നേതാക്കൾ ആരോപിച്ചു. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് പഞ്ചായത്ത് ഭരിക്കുന്നവർ സ്വീകരിക്കുന്നതെങ്കിൽ ഇവരെ താഴെയിറക്കാൻ BJPയുടെ മെമ്പർ വിചാരിച്ചാൽ സാധിക്കുമെന്ന കാര്യം മറന്നുപോകരുതെന്ന് ഉപരോധം ഉദ്ഘാടനം ചെയ്ത BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ പറഞ്ഞു. ഇതുകൊണ്ട് പൊതുമരാമത്തിന്റെ വകുപ്പിന്റെയോ പഞ്ചായത്തിന്റെയോ ബ്ലോക്ക് പഞ്ചായത്തിന്റെയോ ഏത് വകുപ്പിന്റെയൊന്നും ജനങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ജനങ്ങൾക്ക് നല്ല റോഡ് വേണം, നടക്കാനും വാഹന ഗതാഗതത്തിനും പറ്റിയ റോഡ് വേണം. ഏറ്റവും ഇവിടെ അടുത്ത സ്കൂളൊക്കെ ഉള്ളതാണ്. സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന സമയത്ത് നല്ലൊരു മഴയാണെങ്കിൽ അവർ നടന്നു പോവുകയാണെങ്കിൽ എങ്ങോട്ടാ അവർ മാറി നിൽക്കുക? വാഹനത്തിൽ പോവുകയാണെങ്കിൽ തന്നെ സ്ഥിതിവിശേഷം എന്താണ് ഇത് കണ്ടിട്ട് ഈ ഭരിക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ് ഒരു ഭരണം എന്നവർ ചിന്തിക്കാൻ കാരണം? BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് പ്രതികരിക്കേണ്ടതല്ല ആവശ്യമുണ്ട്. ഞങ്ങൾക്കിവിടെ ഒരു മെമ്പറുണ്ട്. ഇവിടുത്തെ ജനങ്ങള് ആ മെമ്പറെ വിജയിപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ പേക്കൂത്ത് കാണാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങള് ശരിയായി പ്രതികരിച്ചാൽ പഞ്ചായത്തിന് ഭരണം താഴെ പോകുമെന്ന് ഭരിക്കുന്ന ആളുകൾക്ക് അറിയാം. ഞങ്ങളുടെ നിഷ്പക്ഷമായുള്ള നിലപാട്, ആ നിഷ്പക്ഷമായുള്ള നിലപാട് ഇടതിനോടും വലതിനോടും തുല്യ സമീപനമായതുകൊണ്ട് നിഷ്പക്ഷമായുള്ള സമീപനമാണ് ഞങ്ങൾ എടുക്കുന്നത്. അത് ഒരു പരാജയമായിട്ട് കാണരുത് എന്നാണ് ഇവിടുത്തെ UDFന്റെ ഭരണസമിതിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. BJP പാലക്കാട് മേഖലാ ഉപാധ്യക്ഷൻ KV ജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് VB മുരളീധരൻ, ചളവറ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വേലുദാസ്, K. സുരേഷ് കുമാർ, ശ്രീനിവാസൻ, സന്തോഷ് കുമാർ, വിപിൻ ദാസ്, മണികണ്ഠൻ, ഉണ്ണികൃഷ്ണൻ, സുധീഷ്, വിജേഷ്, രജീഷ് VP, സുരേഷ് ബാബു, ബാലകൃഷ്ണൻ, മോഹൻദാസ്, പ്രകാശൻ, വിഷ്ണു, സമ്പത്ത്, ഗോപിനാഥൻ, കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി. ഇത് സൂചനാ സമരം മാത്രമാണെന്നും വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഹർത്താൽ ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളുമായി BJP രംഗത്തിറങ്ങുമെന്നും സമരത്തിന് നേതൃത്വം നൽകിയ KV ജയൻ പറഞ്ഞു. ചളവറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 റോഡുകളാണ് കൈലിയാട് എലിയപ്പറ്റ റോഡ്, അതുപോലെ മുണ്ടക്കോട്ട് കൃഷി ചളവറ റോഡ്. ഈ ചളവറയിലെ ഹൈസ്കൂളിലേക്ക് വരാൻ, ബാങ്കിലേക്ക് വരാൻ, പഞ്ചായത്തിലേക്ക് വരാൻ, കൃഷിഭവനിലേക്ക് വരാൻ ഈ ചളവറയിലെ മഹാഭൂരിപക്ഷം ആളുകളും ആശ്രയിക്കുന്ന 2 റോഡുകളാണ്. ഈ 2 റോഡുകളും തകർന്ന് തരിപ്പണമായി കിടക്കുക. ഈ 2 റോഡുകളിലൂടെ വാഹന ഗതാഗതം വളരെ വൈഷമ്യമേറിയതാണ്. ഈ ചളവറ മുണ്ടക്കോട്ട് കൃഷി റോഡിൽ എത്രയോ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു. 100 കണക്കിന് കുഞ്ഞുങ്ങളാണ് ഈ സ്കൂളിലേക്ക് വാഹനങ്ങളിൽ കടന്നു വരുന്നത്. അതുപോലെ കൈലിയാട് എലിയപ്പറ്റ റോഡിലൂടെ 100 കണക്കിന് വാഹനങ്ങളാണ് കടന്നു പോകേണ്ടത്. അപ്പോൾ ഈ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിൽ ഇതിനു മുമ്പ് ഭരിച്ച ഗവൺമെൻറ്റും ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റുകളും തുല്യ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ചളവറയിലെ റോഡുകൾ തകർച്ചകൾ അത് പരിഹരിച്ചുകൊണ്ട് വാഹന ഗതാഗതം സുഗമമാക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. ഇന്ന് നടത്തിയത് ഒരു സൂചനാ സമരം മാത്രമാണ്. ഈ സൂചനാ സമരം കണ്ട് പഠിച്ചില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ പഞ്ചായത്ത് ഹർത്താൽ അടക്കമുള്ള വലിയ സമരങ്ങളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു മണ്ണാർക്കാട് നഗരസഭാ ബസ് സ്റ്റാൻഡിൽ താൽക്കാലികമായി നടപ്പാക്കിയ ക്രമീകരണം തുടരാനാവില്ലെന്ന് ബസ് ഉടമകളും ജീവനക്കാരും. പരിഷ്കാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ സർവീസ് നിർത്തിവെക്കേണ്ടി വരുമെന്നും നേതാക്കൾ പറഞ്ഞു. ഒന്നും കൊടുക്കാത്ത ഓട്ടോറിക്ഷക്കാർക്ക് മണിക്കൂറോളം നിർത്താവുന്ന ഞങ്ങൾ ആരും നിർത്തരുതെന്നല്ല പറഞ്ഞാൽ ഞങ്ങൾ ആർക്കും എതിരല്ല. ഇവിടെ കപ്പലണ്ടി കച്ചവടം ചെയ്യണവനടക്കം
ജീവിച്ചു പോട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാവരും നിലനിൽക്കുന്ന ഞങ്ങളുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഇതിന് അനുഗുണമായൊരു തീരുമാനം, പ്രയാസങ്ങളില്ലാതെ ഇതൊരു തീരുമാനം ഉണ്ടായി കിട്ടുമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. നാളെ വലിയൊരു ക്ലാഷിലേക്ക് പോകാതെ വിദ്യാർത്ഥികളോട് ഈ പറഞ്ഞ ക്രമീകരണം അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നതല്ല. അവർ കണ്ടോർത്ത് അവർക്ക് ഡോർ തുറക്കേണ്ടി വരും. പിന്നെ ഈ ഇവിടെ മാത്രമുള്ള ബസ് സ്റ്റാൻഡിനുള്ളിൽ ബസ് നിർത്തിയ ഫൈൻ അടിക്കുന്ന മണ്ണാർക്കാട് മാത്രം. ബസ് സ്റ്റാൻഡിൽ നടപ്പാക്കിയ താൽക്കാലിക ക്രമീകരണത്തിന്റെ ഭാഗമായി ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തിയിട്ടാൽ പിഴ ചുമത്തുന്ന സ്ഥിതിയാണ്. ഇത് കാരണം ബസ് ജീവനക്കാർക്ക് ശുചിമുറിയിൽ പോകാനോ വെള്ളം കുടിക്കാനോ പോലും സ്റ്റാൻഡിൽ ബസ് നിർത്താൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. താൽക്കാലിക ക്രമീകരണം എന്ന നിലയിലാണ് പ്രയാസങ്ങൾ സഹിച്ച് സഹകരിച്ചത്. ഇന്ന് മുതൽ സ്കൂൾ തുറക്കുന്നതോടെ ബസ് സ്റ്റാൻഡിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നേരത്തെ 1 മിനിറ്റ് കൊണ്ട് ബസ് സ്റ്റാൻഡിൽ കയറിയിറങ്ങിയിരുന്ന ബസ്സുകൾ 5 മിനിറ്റ് വരെ എടുക്കുന്ന സ്ഥിതിയുണ്ട്. 2 സർവീസുകൾക്കിടയിൽ 10 മിനിറ്റ് സമയമുണ്ടെങ്കിൽ സ്റ്റാൻഡിൽ ആളുകൾ ഇറക്കിയ ശേഷം കുന്തിപ്പുഴ ഭാഗത്തോ ആനക്കട്ടി റോഡിലോ നിർത്തേണ്ട സ്ഥിതിയാണ്. ഇങ്ങനെ നിർത്തിയാൽ തന്നെ അടുത്ത ട്രിപ്പ് എടുക്കാനായി നഗരത്തിലെ തിരക്ക് കാരണം സമയത്തിന് എത്താനും കഴിയില്ല. മിക്കപ്പോഴും ട്രിപ്പ് മുടങ്ങുകയും ചെയ്യും. സ്റ്റാൻഡ് ഫീസ് നൽകുന്ന ബസ്സുകൾക്ക് സ്റ്റാൻഡിൽ പിഴയും മറ്റ് വാഹനങ്ങൾക്ക് സൗകര്യവും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് തുടരാൻ കഴിയില്ല. ഇക്കാര്യങ്ങളെല്ലാം നഗരസഭാ അധികാരികളെ അറിയിച്ചെങ്കിലും അനുകൂല നടപടി ഉണ്ടായിട്ടില്ല. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സർവീസ് നിർത്തിയിടാൻ നിർബന്ധിതരാകുമെന്നും പ്രസിഡന്റ് PP മുഹമ്മദ്, ഭാരവാഹികളായ ഫിഫ മുഹമ്മദ് അലി, MM വർഗീസ്, K വേണുഗോപാൽ, മജീദ് എന്നിവർ പറഞ്ഞു. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ ട്രാഫിക് പരിഷ്കരണം നടത്തിയിട്ടുണ്ട്. നടത്തുന്ന സമയത്ത് 2 മാസത്തോളമായി. നടത്തുന്ന സമയത്ത് ഞങ്ങൾ മുനിസിപ്പാലിറ്റിക്കകത്ത് വിളിച്ച് ഞങ്ങൾ ഈ ട്രാഫിക് ഉദ്യോഗസ്ഥരെയും RTM ഉദ്യോഗസ്ഥരെയും ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞത് താൽക്കാലിക ഒരു ക്രമീകരണമാണ്. ഇത് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റം പിൻവലിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ 2 ദിവസം ഞങ്ങൾ ഒരാഴ്ചയോളം സഹിച്ചു. ഞങ്ങളുടെ പ്രയാസങ്ങൾ അറിയിച്ചപ്പോൾ അത് വൻ സക്സസ് ആണ് എന്നാണ് റിപ്പോർട്ട് അവിടെ. ബസ് സ്റ്റാൻഡിൽ ശുചിമുറിയോട് ചേർന്നുള്ള കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചതിനെ തുടർന്ന് യാത്രക്കാർ പൊരിവെയിലത്ത് നിൽക്കുന്നത് ഒഴിവാക്കാനാണ് താൽക്കാലിക ക്രമീകരണം ഒരുക്കിയത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. അങ്ങാടിപ്പുറം, വാണിയമ്പലം, നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനുകളിൽ പ്ലാറ്റ്ഫോമുകളുടെ നീളം കൂട്ടും. ദക്ഷിണ റെയിൽവേ അഡീഷണൽ ജനറൽ മാനേജർ വിപിൻ കുമാറാണ് ഇക്കാര്യം അറിയിച്ചത്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച അഡീഷണൽ ജനറൽ മാനേജർ തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് നിലമ്പൂരിലേക്ക് നീട്ടുന്ന ആവശ്യം പരിഗണിക്കുമെന്നും അറിയിച്ചു. ഞായറാഴ്ച നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച റെയിൽവേ അഡീഷണൽ ജനറൽ മാനേജർ വിപിൻ കുമാർ ഷൊർണൂർ നിലമ്പൂർ പാതയിൽ സാധ്യമായേക്കാവുന്ന പദ്ധതികൾ സംബന്ധിച്ച് അറിയിച്ചു. പാലക്കാട് ഡിവിഷൻ ജനറൽ മാനേജർ മധുക്കർ റൌട്ടിനൊപ്പം എത്തിയ ദക്ഷിണ റെയിൽവേ അഡീഷണൽ ജനറൽ മാനേജർ VP അബ്ദുൾ വഹാബ് MP, ആര്യാടൻ ഷൌക്കത്ത് MLA, റെയിൽവേ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ എന്നിവരുമായി ചർച്ച നടത്തിയിരുന്നു. തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് നിലമ്പൂരിലേക്ക് നീട്ടുന്ന കാര്യം പരിഗണിക്കും. ഇതിനു മുന്നോടിയായി അങ്ങാടിപ്പുറം, വാണിയമ്പലം, നിലമ്പൂർ സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോമുകൾ നീളം കൂട്ടുമെന്ന് ദക്ഷിണ റെയിൽവേ അഡീഷണൽ ജനറൽ മാനേജർ അറിയിച്ചിട്ടുണ്ട്. 22 ബോഗികൾ നിർത്താൻ പ്ലാറ്റ്ഫോമുകൾക്ക് നീളമില്ലാത്തത് വേണാട് എക്സ്പ്രസ് നിലമ്പൂരിലേക്ക് നീട്ടുന്നതിന് തടസ്സമാണ്. ഇത് പരിഹരിക്കാനാണ് സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോമുകൾ നീളം കൂട്ടുന്നത്. ഈ പ്രവൃത്തികൾ ടെൻഡർ ചെയ്യാൻ അനുമതി നൽകിയിട്ടുണ്ട്. നിലമ്പൂർ തിരുവനന്തപുരം രാജ്യറാണി എക്സ്പ്രസിന് LHB റാക്ക് അനുവദിക്കുന്ന കാര്യവും പരിഗണിക്കും. ഇത് അനുവദിച്ചാൽ ഓരോ കോച്ചിലും 8 ബർത്തുകൾ അധികം ലഭിക്കും. ദുബായ് KMCC മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി താലൂക്ക് ആശുപത്രിയിലേക്ക് നൽകിയ ഡയാലിസിസ് മെഷീൻ മന്ത്രി N ഷംസുദ്ദീൻ ആശുപത്രി സൂപ്രണ്ടിന് കൈമാറി. KMCCയുടെ പ്രവർത്തനം സമാനതകൾ ഇല്ലാത്തതാണെന്ന് മന്ത്രി പറഞ്ഞു. താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിൽ നിലവിൽ 12 മെഷീനുകളാണുള്ളത്. 16 മെഷീനുകൾ സ്ഥാപിക്കാനുള്ള സൗകര്യം ആശുപത്രിയിലുണ്ട്. രോഗികളുടെ ബാഹുല്യം കാരണം മിക്കവർക്കും ഡയാലിസിസ് ഏറെ നേരം കാത്തിരിക്കേണ്ട സ്ഥിതിയാണ്. ഈ സാഹചര്യം മനസ്സിലാക്കിയാണ് 7 ലക്ഷം രൂപ ചെലവിൽ KMCC ഒരു മെഷീൻ ആശുപത്രിയിലേക്ക് നൽകിയത്. താലൂക്ക് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി N ഷംസുദ്ദീൻ മെഷീൻ കൈമാറി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മേരി ജ്യോതി വിൽസൺ ഏറ്റുവാങ്ങി. ഇപ്പോൾ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്ന പഴയ കെട്ടിടം പൊളിച്ച് ആ ഡയാലിസിസ് മെഷീനുകൾ ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ അത് പൊളിക്കണം. അപ്പോൾ അത് പൊളിക്കണമെങ്കിൽ ആ ഡയാലിസിസ് മെഷീൻ ഇങ്ങോട്ട് മാറ്റണം. അപ്പോൾ അത് പൊളിച്ച് അവിടെ സെപ്റ്റിക് ടാങ്കും
പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അത് ഏതായിരുന്നാലും അത് വൈകാതെ നമുക്ക് ചെയ്യാം. അങ്ങനെ വന്നാൽ ഈ വലിയ കെട്ടിടം, ഇവിടെ ഉയർന്നു നിൽക്കുന്ന ഈ വലിയ കെട്ടിടം കൂടി നമ്മുടെ ആശുപത്രിക്ക് സ്വന്തമായിട്ട് കിട്ടുക. കുറേ കാര്യങ്ങൾ അതിലേക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഡയാലിസിസ് മെഷീൻ കൈമാറിയ ആ ഏരിയ ഇവിടെയെല്ലാം പഴയ ഡയാലിസിസ് സെൻ്ററിലെ മറ്റ് മെഷീനുകൾ കൂടി മാറും. അപ്പോൾ അങ്ങനെ ഓരോന്നായി നമ്മുടെ ആശുപത്രിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതിന് ഈ നാട്ടിലെ ജനങ്ങളുടെ നല്ല പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ലൊരു മാതൃകയാണ് പ്രവാസികളായ നമ്മുടെ KMCC സുഹൃത്തുക്കളുടെ കാണിച്ചു തന്നത്. KMCC പ്രസിഡന്റ് നാസർ പടവിൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പൊൻപാറ കോയക്കുട്ടി, നഗരസഭ ഉപാധ്യക്ഷൻ K ബാലകൃഷ്ണൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ C മുഹമ്മദ് ബഷീർ, ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ് അലായൻ എന്നിവർ പ്രസംഗിച്ചു. ആടിയും പാടിയും മധുരവും ബലൂണും നൽകിയും നവാഗതർക്ക് തകർപ്പൻ സ്വീകരണമാണ് സ്കൂളുകളിൽ ഒരുക്കിയത്. പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടറെ ചീഫ് ഗസ്റ്റായി വിളിച്ച് മണ്ണാർക്കാട് METയിൽ പ്രവേശനോത്സവം കളറാക്കി. പുതിയ അധ്യയന വർഷാരംഭത്തിൽ നവാഗതരെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് സ്കൂളുകളിൽ നടത്തിയിരുന്നത്. തോരണങ്ങളും ബലൂണുകളും തൂക്കിയും വാദ്യങ്ങൾ ഒരുക്കിയും മിഠായി നൽകിയും നവാഗതരെ അറിവിന്റെ ലോകത്തേക്ക് വരവേറ്റു. മണ്ണാർക്കാട് METHSSൽ നടന്ന പ്രവേശനോത്സവം വിപുലമായാണ് നടത്തിയത്. കുട്ടികളുടെ നൃത്തവും പാട്ടും ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ ഒരുക്കിയിരുന്നു. സ്കൂൾ ഹാളിൽ നടത്തിയ ചടങ്ങ് MET പ്രസിഡന്റ് C മുരളികുമാർ ഉദ്ഘാടനം ചെയ്തു. 2026-27 പുതിയ അധ്യയന വർഷത്തേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. ഓരോ വർഷം കൂടുമ്പോഴും പുതിയ ടെക്നോളജി അധ്യാപന രംഗത്ത് കടന്നു വരികയാണ്. അതുപോലെ തന്നെ നിങ്ങളും ആ നിലയ്ക്ക് ഉയർന്നു വരണം. എന്നാലേ കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. METയിൽ തന്നെ ഇപ്പോൾ റോബോട്ടിക് ലാബ് ഈ വർഷം 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കൂടി അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അത് ഉപകാരപ്പെടുവാൻ സാധിക്കും. അങ്ങനെ പുതിയ മേഖലകളിലേക്ക് METയിലെ വിദ്യാർത്ഥികൾക്ക് കടന്നു വരുവാൻ സാധിക്കണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കലാലയത്തിൽ പഠിച്ചിറങ്ങിയ ജാൻഷൻ. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ ജാൻഷൻ മുഖ്യപ്രഭാഷണം നടത്തി. അക്കാദമിക് ഇയർ പ്ലാൻ പ്രൊഫസർ സാബു ഐപ്പ് പ്രകാശനം ചെയ്തു. പ്രിൻസിപ്പൽ വിദ്യ അനൂപ്, സെക്രട്ടറി ജോബൈസ്, PTA പ്രസിഡന്റ് ഡോക്ടർ ജ്യോതിസ് മാത്യു, മത്തായിപ്പൻ, മഞ്ജുള, ബിനു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടത്തി. പുതിയ അധ്യയന വർഷത്തിലും പതിവ് തെറ്റിക്കാതെ ഒറ്റപ്പാലം അനങ്ങനടി പത്തംകുളം AMLP സ്കൂളിലേക്ക് പുതിയ ഇരട്ടകൾ എത്തി. ഇക്കുറി പുതിയതായി LKG ക്ലാസ്സിലേക്ക് ഇരട്ട കുട്ടികൾ പ്രവേശനം നേടിയതോടെ വിദ്യാലയത്തിലെ ആകെ ഇരട്ട ജോഡികളുടെ എണ്ണം 5ആയി. പത്തംകുളം കുന്നത്തുവീട്ടിൽ മുഹമ്മദ് ഷാഫി നാസിഫ ദമ്പതികളുടെ മക്കളായ മുഹമ്മദ് ഷാസിമും ഷൻസ മെഹറിനും കൂടി എത്തിയതോടെയാണ് സ്കൂളിൽ 5 ജോഡി ഇരട്ടകൾ എന്ന അപൂർവ നേട്ടം കൈവന്നത്. 5 ജോഡി ഇരട്ടകൾ, അതായത് 10 കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ ഒന്നിച്ച് പഠിക്കുന്നത്. പത്തംകുളത്തെ ഈ LP സ്കൂളിലെത്തുന്നവർക്ക് ഈ കുട്ടികളെ കണ്ടുമുട്ടിയാൽ ആകെ കൺഫ്യൂഷൻ ആയി പോകുന്ന അവസ്ഥയാണ്. ചിലരെ കണ്ടാൽ ഇവൻ തന്നെയല്ലേ അവൻ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇവരുടെ രൂപസാദൃശ്യം. നേരത്തെ ആകെ 4 ജോഡി ഇരട്ടകളാണ് ഈ സ്കൂളിലുണ്ടായിരുന്നത്. ഇക്കുറി LKGയിലേക്ക് പുതിയൊരു സംഘം കൂടി എത്തിയതോടെയാണ് ഇത് 5 ജോഡിയായത്. ഇപ്പോൾ LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസ്സുകളിലും ഓരോ ജോഡി ഇരട്ടകളുണ്ട് എന്നതാണ് ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ വിദ്യാലയത്തിൽ നടന്ന പ്രവേശനോത്സവത്തിന് എത്തിയവരുടെയെല്ലാം ശ്രദ്ധ മുഴുവൻ പുതിയതായി എത്തിയവർ ഉൾപ്പെടെയുള്ള ഈ കുട്ടി പട്ടാളത്തിലായിരുന്നു. മുഹമ്മദ് ഷാസിമിനും ഷൻസ മെഹറിനും പുറമെ
പാവുക്കോണം കരിമ്പനത്തോട്ടത്തിൽ ഹനീഫ ഷമീറ ദമ്പതികളുടെ മക്കളായ അമീനും സമീനും 1-ാം ക്ലാസ്സിലും പത്തംകുളം പടിയത്ത് പറമ്പിൽ തർവീസ് മീരാൻ നൗസിയ ദമ്പതികളുടെ മക്കളായ മുഹമ്മദ് അമാനും ഫാത്തിമ മിഹ്റയും 2-ാം ക്ലാസ്സിലുമുണ്ട്. പത്തംകുളം തെനക്കാട്ടിൽ ദാവൂദ് റുബീന ദമ്പതികളുടെ മക്കളായ മുഹമ്മദ് റയാനും മുഹമ്മദ് ദയാനും 3-ാം ക്ലാസ്സിലും പത്തംകുളം ആന്തൂർ പറമ്പിൽ മുഹമ്മദ് ബഷീർ ഹഫ്സത്ത് ദമ്പതികളുടെ മക്കളായ ലിയാനയും റിഹാനയും 4-ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. അങ്ങനെ ആകെ 5 ജോഡി ഇരട്ട കുട്ടികൾ ഒരുമിച്ച് പഠിക്കുന്ന വിദ്യാലയം എന്ന അപൂർവതയിലാണ് ഇപ്പോൾ പത്തംകുളം AMLP സ്കൂൾ എത്തി നിൽക്കുന്നത്. നാടൻ കലാരൂപങ്ങളുടെയും ബാൻഡ് വാദ്യത്തിന്റെയും അകമ്പടിയോടെ ശ്രീകൃഷ്ണപുരം AUP സ്കൂൾ പ്രവേശനോത്സവവും പെരുന്നാൾ മഞ്ച് 2026 എന്ന പേരിൽ പെരുന്നാൾ ആഘോഷവും നടത്തി. വാർഡ് മെമ്പർ ദിവ്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലേക്ക് പാഠപുസ്തകത്തിലുള്ളത് പഠിക്കാൻ മാത്രമല്ല വരുന്നത്. എന്തൊക്കെ നമ്മൾ പഠിക്കുന്നത് സ്കൂളിൽ നിന്ന്? നല്ല നല്ല പുതിയ ശീലങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അച്ചടക്കം, ബഹുമാനം, ഇതെല്ലാം നമ്മൾ സ്കൂളിൽ നിന്നാണ് പഠിക്കുന്നത്. നമ്മുടെ ഭാവി ജീവിതത്തിൻ്റെ ശക്തമായ ഒരു അടിത്തറ എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് എല്ലാ കുട്ടികളും എല്ലാ ദിവസവും ഈ ഒരു അധ്യയന വർഷത്തിൽ ക്ലാസ്സുകൾ മുടക്കാതെ എല്ലാ ദിവസവും സ്കൂളിലേക്ക് എത്തിച്ചേരുക. അതുപോലെ ഓരോ പാഠ്യേതര വിഷയങ്ങളിൽ പങ്കെടുക്കുക. വേദിക്ക് ഇരുവശത്തുമായി സ്ഥാപിച്ച ആനയും കാളയും പ്രവേശനോത്സവത്തിന് മാറ്റുകൂട്ടി. വിഷ്ണു അലനല്ലൂർ അവതരിപ്പിച്ച ഗാനമേളയും ഉണ്ടായി. PTA പ്രസിഡന്റ് ഷാജി കെ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാസ്റ്റർ C സുബ്രഹ്മണ്യൻ മാസ്റ്റർ കുട്ടികൾക്ക് പെരുന്നാൾ സന്ദേശം കൈമാറി. സ്കൂൾ ഹെഡ് മാസ്റ്റർ PM സുധീഷ്, KM സതീദേവി, സ്കൂൾ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ചുണ്ടയിൽ രാജഗോപാലൻ, MPTA പ്രസിഡന്റ് മീര രാമോഹൻ, മാനേജ്മെന്റ് പ്രതിനിധി ഗീത, KG പ്രിൻസിപ്പൽ ഉഷ, മുൻ HM അരുണ, P കൃഷ്ണകുമാർ, സ്റ്റാഫ് സെക്രട്ടറി ഹമീദ്, VT സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. അപ്പോൾ തുറക്കണ ദിവസം തന്നെ നമുക്ക് അടിപൊളി പരിപാടിയായിട്ടാണ് തുടങ്ങി. ഈ വർഷം മുഴുവൻ നല്ല സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഉയർച്ചയുടെയും പടവുകൾ ചവിട്ടി ഒരു അധ്യയന വർഷം കടന്നു പോവാം അല്ലേ? അപ്പോ നമ്മുടെ ഈ വർഷത്തെ അധ്യയന വർഷത്തിൻ്റെ തുടക്കം അത് എന്തുകൊണ്ടും മനോഹരമാണ്. നിങ്ങളൊക്കെ എത്ര പേടിയോട് കൂടിയാവും ഇന്നിപ്പോൾ സ്കൂൾ തുറക്കുകയാണ് എന്ന് വെച്ച് വന്നിട്ടുണ്ടാവുക. ഒരേ പേടിയും പേടിക്കേണ്ട, വളരെ മനോഹരമായി ചിരിച്ചുല്ലസിച്ച് കൂട്ടുകാരോടൊപ്പം വീട്ടിലേക്കാൾ സുഖമായി നമുക്ക് നമ്മുടെ വിദ്യാലയ അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകണം. ചെർപ്പുളശ്ശേരിയിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും ഉടമയുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ കടയിൽ സഹായം ചോദിച്ചെത്തിയ ആളാണ് മൊബൈൽ മോഷ്ടിച്ചതെന്ന് സംശയിക്കുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30യോടെയാണ് സംഭവം. ചെർപ്പുളശ്ശേരി ടൗണിലെ സിറ്റി പർദാസ് എന്ന വ്യാപാര സ്ഥാപനത്തിൽ എത്തിയ ആൾ സഹായമായി 20 രൂപ നൽകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. തരാൻ പണമില്ലെന്ന് പറഞ്ഞതോടെ വന്നയാൾ തിരിഞ്ഞു നടന്നു. ഈ സമയം റാക്കുകൾ വൃത്തിയാക്കുകയായിരുന്ന കടയുടമ ജോലി തുടരുകയും ചെയ്തു. എന്നാൽ കടയുടെ വാതിൽ വരെ പോയയാൾ തിരിച്ചു വരികയും എന്നാൽ ശരിയെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ശേഷം അരമണിക്കൂറോളം കഴിഞ്ഞ് കടയുടമ മൊബൈൽ ഫോൺ തിരഞ്ഞപ്പോഴാണ് മോഷണ വിവരം തിരിച്ചറിയുന്നത്. ഇയാൾ വന്ന സമയം കടയിലെ ടേബിളിന് മുകളിലാണ് മൊബൈൽ ഫോൺ വെച്ചിരുന്നത്. കടയിൽ ഈ സമയം മറ്റാരും വന്നിട്ടില്ലെന്നും സഹായം ചോദിച്ചെത്തിയ ആൾ തന്നെയാണ് മൊബൈൽ ഫോൺ കവർന്നതും എന്നാണ് കടയുടമ ആരോപിക്കുന്നത്. ഇയാൾ സമീപത്തെ മറ്റു കടകളിലും എത്തി പണം ചോദിച്ചിരുന്നതായി വിവരമുണ്ടെന്നും കടയുടമ പറഞ്ഞു. കടയുടമയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെർപ്പുളശ്ശേരി പോലീസ് കേസെടുത്തു.
സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച അന്വേഷണം നടത്തിവരികയാണ്. ഇന്നലെ ഉച്ചക്കൊരു 1:30 മണി സമയം കഴിഞ്ഞിരുന്നു. ആ സമയത്ത് സഹായം ചോദിച്ചിട്ട് ഒരാൾ വന്നതാണ്. ആ സഹായം ചോദിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ആള് കുറച്ച് വാട്ടറിലായിരുന്നു. അപ്പോൾ സഹായമൊന്നുമില്ല, ഇവിടെ ആളില്ല, മുതലാളി ഇല്ല പറഞ്ഞു. അങ്ങനെ ആളാ പോണ പോക്കിൽ അങ്ങനെ മൊബൈൽ എടുത്താണ് പോയിക്കാണ്. ഞാനിവിടെ ട്രാക്കിൽ നിന്നിട്ട് പണിയെടുക്കുകയായിരുന്നു. മേശമ കയറി ട്രാക്കിൽ നിന്ന് പണി. ആ സമയത്ത് 2 പ്രാവശ്യം ആദ്യം വന്ന് പറഞ്ഞു, അപ്പോൾ ഒന്നുമില്ല ഇവിടെ ആളില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. പിന്നെ രണ്ടാമതും ആൾ അവിടെ പടി വരെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് രണ്ടാമത് ആ പോക്കിൽ അങ്ങനെ മൊബൈൽ എടുത്താണ് പോയിക്കുകയാണ്. നേരെ കൊണ്ട് പോയി ഞങ്ങളുടെ പുറത്തുള്ള CCTVയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആൾ ശരിക്കും ആളെ അറിയാം. അവൻ എന്നൊന്നുമില്ല വന്നിട്ടുള്ളൂ, വേറെ ആളും വന്നിട്ടില്ല. ടെലിഫോൺ ചെയ്തിട്ട് ഞാൻ മേശമ്മലാണ് ഫോൺ വെച്ചത്. ഞാനങ്ങനെ തിരിഞ്ഞ് അപ്പത്തന്നെ ട്രാക്കിലേക്ക് നിന്ന് പിന്നെ ഞാൻ ഫോൺ നോക്കിയത് ശരിക്കും 3/4 മണിക്കൂറായിരിക്കും. അപ്പോഴാണ് ഫോൺ കാണുന്നത്. അപ്പോൾ ആൾ തന്നെ വന്നിട്ടുള്ളൂ ഇവിടെ. അപ്പോൾ ആൾ കടയിൽ നിന്ന് കയറി പോകുന്നത് ശരിക്കും കാണുന്നുണ്ട്, നല്ല ക്ലിയറായിട്ട് കാണുന്നുണ്ട്. ഇറങ്ങുന്നതും ക്ലിയർ ഒന്നുമില്ല. അവരെന്നെ വന്നിട്ടുള്ളൂ, വേറെ ആരും വന്നിട്ടില്ല അവിടെ. പുത്തൻ ഉടുപ്പും പുഞ്ചിരിയുമായി അക്ഷരമുറ്റത്തേക്ക് എത്തിയ കുരുന്നുകളെ വരവേറ്റ് പരളി TAJB സ്കൂൾ പ്രവേശനോത്സവം അതിഗംഭീരമായി നടന്നു. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് സ്കൂളിൽ സജ്ജീകരിച്ചിരുന്നത്. പരളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജിത് പ്രവേശനോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഷാബിറയുടെ അധ്യക്ഷതയിലായിരുന്നു പരിപാടി നടന്നത്. ചടങ്ങിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് സുമിത, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല, അധ്യാപകനായ ഷിഹാബുദ്ദീൻ, റിട്ടയർഡ് പ്രധാനാധ്യാപകരായ വേണു എഴക്കാട്, ഗോകുൽദാസ്, വിനയൻ എന്നിവരും രാംദാസ് കേരളശ്ശേരി, ദുബായ് വിദ്യാർത്ഥി മിത്രം പ്രതിനിധികളായ ഹബീബ് റഹ്മാൻ, ഷാനവാസ്, റിട്ടയർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ വിജയൻ, ലയൺസ് ക്ലബ് പ്രതിനിധി അശോകൻ, രാംനാഥ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പുതിയതായി എത്തിയ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെയും പ്രീ പ്രൈമറി കുട്ടികൾക്കായുള്ള കളിയുപകരണങ്ങളുടെയും വിതരണവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. തുടർന്ന് വിദ്യാലയത്തിലെ കുട്ടികളുടെ വിവിധതരം കലാപരിപാടികളും അരങ്ങേറി. അരക്കുപറമ്പ് AIS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി. അറിവിന്റെ ലോകമായ വിദ്യാലയമുറ്റത്തേക്ക് രക്ഷിതാക്കളുടെ കൈപിടിച്ചാണ് കുരുന്നുകൾ പ്രവേശിച്ചത്. പ്രവേശനോത്സവം പെരിന്തൽമണ്ണ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. പ്രവേശനോത്സവത്തിലെ സ്ഥിരം കാഴ്ചയായ സങ്കടവും കരച്ചിലും ഇത്തവണ ആരുടെ മുഖത്തും കാണാനില്ല. എല്ലാവരുടെ മുഖത്തും കൗതുകവും പുഞ്ചിരിയും മാത്രമായിരുന്നു. മാതാപിതാക്കളുടെ കൈപിടിച്ച് സ്കൂളിലേക്ക് കുട്ടികളാണ് മുന്നേ നടന്നത്. മധുരം നൽകി വിദ്യയുടെ ലോകത്തേക്ക് അധ്യാപകർ അവരെ കൂട്ടിക്കൊണ്ടുപോയി. വർണ്ണാഭമായ പ്രവേശനോത്സവം പെരിന്തൽമണ്ണ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ലാഭത്തിനപ്പുറം ഈ ഒരു സ്ഥാപനം കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്കും അവരുടെ മക്കൾക്കും ഏതെല്ലാം തരത്തിൽ ഗുണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും വിദ്യാഭ്യാസ മേഖലയിൽ അത് മുൻഗണന വിഷയമാക്കി എടുത്തുകൊണ്ടാണ് മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പുതിയ വെല്ലുവിളികളെ നേരിടാൻ ആർജവമുള്ള, തന്റേടമുള്ള, പ്രാപ്തിയുള്ള, കെൽപ്പുള്ള മക്കളായി അവരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും വലിയ ഒരു. മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിനായി അധ്യാപകർക്കും പ്രത്യേകം പരിശീലനം സ്ഥാപനം നൽകുന്നുണ്ട്. സാമ്പത്തിക നേട്ടത്തിനപ്പുറം ലക്ഷ്യബോധത്തോടെയുള്ള തലമുറയെയാണ് AIS വാർത്തെടുക്കുന്നതെന്ന് സ്കൂൾ ചെയർമാൻ PT സിദ്ദിഖ് പറഞ്ഞു. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്ന ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് പറ്റുന്ന അധ്യാപകരെ പ്രാപ്തരാക്കി ട്രെയിനിങ്ങുകൾ കൊടുത്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നതാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആകെ ലക്ഷ്യം. അതിലേക്ക് വേണ്ടിയാണ് കഴിഞ്ഞ 2-3 വർഷമായി നിങ്ങൾ പറഞ്ഞ എല്ലാ ഉപാധികളും വെച്ചുകൊണ്ട് ഈ സ്ഥാപനം മുന്നോട്ട് പോയിട്ടുണ്ട്. പല ആളുകളും ഇവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ
എന്നോട് പറയാറുണ്ട്, ഞാൻ ചോദിക്കും എന്തുകൊണ്ടാണ് കുട്ടികളെ നിങ്ങൾ ഇങ്ങോട്ട് സെലക്ട് ചെയ്യാൻ കാരണം. എല്ലാവരും പറയുന്ന ഒരേ ഒരു ഉത്തരം, കുട്ടികൾക്ക് നല്ല സുരക്ഷിതമായ ക്യാമ്പസ് ആണ് നമ്മുടെ AIS സ്കൂളിന്റെ ക്യാമ്പസ് എന്നുള്ളതാണ് രക്ഷിതാക്കൾ ഇങ്ങോട്ട് പറയുന്നത്. അതാണ് മെയിനായിട്ട് നമ്മൾ അധ്യാപകരും വിദ്യാർത്ഥികളും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ക്യാമ്പസിനുള്ളിൽ വളരെയധികം സുരക്ഷിതമാണ്. ഗ്രാമപഞ്ചായത്ത് അംഗം KM ഫത്താഹ്, PTA പ്രസിഡന്റ് C ഷറഫുദ്ദീൻ, MPTA പ്രസിഡന്റ് മോളി റോബർട്ട്, PT അഹമ്മദ് കുട്ടി, C മുസ്തഫ ഹാജി, N അബ്ദുൽ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു. SSLC പരീക്ഷയിൽ സമ്പൂർണ്ണ വിജയം AIS കൈവരിക്കാറുണ്ട്. ഇത്തവണയും അത് ആവർത്തിച്ചു. മികച്ച വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും മാനേജ്മെന്റ് മൊമെന്റോ നൽകി ആദരിച്ചു. PK ശശിയുടെ നേതൃത്വത്തിലുള്ള ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട് ഷൊർണൂർ നിയോജകമണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു. ഞായറാഴ്ച ചെർപ്പുളശ്ശേരിയിൽ വെച്ച് നടന്ന യോഗത്തിൽ കമ്മിറ്റി പ്രസിഡന്റായി CP ജയപ്രകാശ്, സെക്രട്ടറിയായി വിജയകുമാർ C, ട്രഷററായി PA സാബു എന്നിവരെ തിരഞ്ഞെടുത്തു. PK ശശി ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ DMF സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ ഹരിദാസൻ, സുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടതുപക്ഷ നയങ്ങൾ കൈയൊഴിഞ്ഞൊരു പാർട്ടിയായി CPIM-ഉം CPI-യും മാറി. ഇന്ത്യയിലെ വ്യവസ്ഥാപിതമായ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷ നയങ്ങൾ കൈയൊഴിഞ്ഞു. ഇന്ന് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ നയങ്ങൾ താരതമ്യേന മെച്ചപ്പെട്ട രൂപത്തിൽ സ്വീകരിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് കേരളത്തിൽ. ഉദാഹരണങ്ങളുണ്ട്, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. തൊഴിലാളികളോട് എടുക്കുന്ന സമീപനം, തൊഴിലാളി സമരങ്ങളോട് എടുത്ത സമീപനം, വ്യത്യസ്തമായ നിലപാട് ഈ ഗവൺമെന്റ് സ്വീകരിക്കുകയാണ്. അതുപോലെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയോടുള്ള ഗവൺമെന്റിന്റെ സമീപനം, ഇക്കാര്യങ്ങളിലെല്ലാം ഈ നിലപാട് മാറ്റം വളരെ ശ്രദ്ധേയമാണ്. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഇതിന്റെ ഭാഗമായി വലിയ തകർച്ചയിലേക്ക് CPIM പോകും. എല്ലാ ജില്ലകളിലും അതീവ ഗുരുതരമായ തകർച്ചയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ നേതാവെന്ന രൂപത്തിൽ CPM-നുണ്ടായ തകർച്ച, CPIM ഇപ്പൊ കിടക്കുന്നത് ICU-ലാണ്. മറ്റൊരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. വാണിയംകുളത്ത് വയോധികനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വാണിയംകുളം പഞ്ചായത്ത് മൃഗാശുപത്രിക്ക് പിറകുഭാഗത്തായി താമസിക്കുന്ന തേക്കിൻകാട്ടിൽ 70-കാരനായ കൃഷ്ണൻകുട്ടിയാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടയാൾ. 2 ദിവസത്തിലധികം പഴക്കം ചെന്ന നിലയിലാണ് മൃതദേഹം. വീടിനുള്ളിൽ നിന്നും ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അയൽവാസികൾ വന്ന് നോക്കിയപ്പോഴാണ് മൃതദേഹം ആദ്യം കാണുന്നത്. പിന്നീട് വാർഡ് മെമ്പർ ജയരാജനെ വിവരമറിയിക്കുകയായിരുന്നു. വാർഡ് മെമ്പർ അറിയിച്ചതിനെ തുടർന്ന് ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഒറ്റപ്പാലം ചുനങ്ങാട് വാണിവിലാസിനി LP സ്കൂളിൽ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പുതിയതായി എത്തിയ വിദ്യാർത്ഥികളെ അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് ഹൃദ്യമായി സ്വീകരിച്ചു. പ്രവേശനോത്സവ പരിപാടി വാർഡ് മെമ്പർ ശൈലജ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപക സന്ധ്യ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. അവധിക്കാല പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച മണിക്കിലുക്കം ചിത്രരചനാ പ്രദർശനവും ഇതോടൊപ്പം ഒരുക്കിയിരുന്നു. കടമ്പഴിപ്പുറം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലുള്ള ദേവഗാന്ധാരം മ്യൂസിക് ട്രൂപ്പ് 1ാം വാർഷികം ആഘോഷിച്ചു. പ്രമുഖ സംഗീതജ്ഞയും പിന്നണി ഗായികയുമായ മീര രാമോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. പല സംഗീത രൂപങ്ങളിൽ, സാഹിത്യ രൂപങ്ങളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന ഭാവത്തിന്റെ വ്യത്യാസങ്ങൾ പലതാണ്. ഒരേ രാഗത്തെ തന്നെ നമ്മൾ പല ശൈലികളിൽ അവതരിപ്പിക്കുമ്പോൾ അതിന് പല ഭാവങ്ങൾ കൈവരികയാണ്. അപ്പൊ അത്തരത്തില് ഒരു ഗാനം കൂടി ഞാനിവിടെ പാടിയിട്ട്, എന്താ വെച്ചാൽ ഞാൻ പറയുന്നതിൽ അർത്ഥമുണ്ടോന്ന് അറിയില്ല, പാട്ടാണ് അറിയുന്നത്, അതുകൊണ്ട് ആ ഒരു കൗതുകം കൂടി ഞാൻ ഒന്ന് ഷെയർ ചെയ്തിട്ട്. സാംസ്കാരിക വേദി പ്രസിഡന്റ് വിമൽ ഗോപുരം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സെക്രട്ടറി സതീഷ് NK, കോർഡിനേറ്റർ നാരായണൻ മൂസാദ്, പ്രാദേശിക ചരിത്രകാരൻ പള്ളിക്കരക്കളം ബാലൻ, ഇന്ദിര, ബാലസാഹിത്യകാരൻ KN കുട്ടി, ലീലാവതി, കൃഷ്ണ S ഗുപ്ത, ശ്രീജ, ബാബു അഴിയന്നൂർ, സരിത ഗുപ്ത എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷയിൽ ഫുൾ A+ ലഭിച്ച ദേവഗാന്ധാരം ടീം അംഗങ്ങളായ നിരഞ്ജനയെയും ആര്യയെയും അനുമോദിച്ചു. തുടർന്ന് ട്രൂപ്പ് അംഗങ്ങളുടെ കരോക്കെ ഗാനമേള അരങ്ങേറി.
ഇരുപത് വർഷത്തെ സേവനത്തിന് ശേഷം അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന KC രമണിക്ക് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹബീബുള്ള അൻസാരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 20 വർഷത്തെ സേവനം പൂർത്തിയാക്കി വിരമിക്കുന്ന KC രമണിക്കുള്ള യാത്രയയപ്പും സഹകാരി സംഗമവുമാണ് ബാങ്ക് ഹാളിൽ നടന്നത്. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹബീബുള്ള അൻസാരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് PPK അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. NK നാരായണൻകുട്ടി, സെക്രട്ടറി P ശ്രീനിവാസൻ, KS സുദർശനകുമാർ, TV സെബാസ്റ്റ്യൻ, P രാജകൃഷ്ണൻ, അബ്ദുൾ സലീം, ജയകൃഷ്ണൻ, P രഞ്ജിത്ത്, P പ്രജീഷ്, അബ്ദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ഉമ്മനഴി പുലാപ്പറ്റ ഫോർച്യൂൺ ഫ്യൂവൽസിന്റെ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി. ബമ്പർ സമ്മാനം മണ്ണാർക്കാട് സ്വദേശി കാസിം മുഹമ്മദിന് ലഭിച്ചു. ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള പമ്പ് തുടങ്ങിയിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഓട്ടോയ്ക്ക് കൊടുക്കാനായിട്ട് ദൈവം ഭാഗ്യം തന്നതിന് നന്ദി പറയുന്നു. സന്തോഷമുണ്ട് ഈ ഒരു സുദിനത്തിൽ. ക്രിസ്തുമസ് പുതുവത്സരത്തോടനുബന്ധിച്ച് ഉമ്മനഴി ഫോർച്യൂൺ ഫ്യൂവൽസ് ഏർപ്പെടുത്തിയ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാന വിതരണം സംഘടിപ്പിച്ചു. പമ്പർ സമ്മാനമായ ഓട്ടോറിക്ഷ മണ്ണാർക്കാട് സ്വദേശി കാസിം മുഹമ്മദിന് ലഭിച്ചു. വന്നിവിടെ പമ്പിൽ എണ്ണ അടിക്കുന്നതാണ്, പക്ഷെ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. കിട്ടിയതിൽ സന്തോഷം. ഓണർക്കും ദീർഘായുസ് ഉണ്ടാവട്ടെ, പമ്പും വളരട്ടെ. രണ്ടാം സമ്മാനമായ മിക്സർ ഗ്രൈൻഡർ നിരഞ്ജനും 3, 4, 5 സമ്മാനങ്ങൾ റംഷാദ്, പ്രകാശ്, അബൂബക്കർ എന്നിവർക്കും ലഭിച്ചു. ഫോർച്യൂൺ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഐസക് വർഗീസ് അധ്യക്ഷത വഹിച്ചു. അപ്പോൾ അതിൻ്റെ പേരിൽ ഇങ്ങനെ നമ്മൾ ചെയ്യും. പക്ഷേ അത് എന്താ പറയുക, ലഭിക്കുന്നതിനും വലിയ കുഴപ്പമില്ലാതെ അർഹതപ്പെട്ടവർക്കൊക്കെയാണ് അത് ലഭിക്കാറ്. ഇപ്പോൾ ഓട്ടോറിക്ഷയുടെ കാര്യത്തിൽ ഇക്കാർക്ക് പോയി ഓട്ടോറിക്ഷ സത്യത്തിൽ ഇനി ഉപയോഗിക്കുന്ന ആളെ പഠിപ്പിക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ലാതെ എനിക്കറിയാൻ മൊത്തം ഡീറ്റെയിൽസ് എടുത്തല്ലോ. അപ്പോൾ അവർക്ക് തൊഴിൽ ഇക്കാലം കൊടുക്കട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹം. കൂപ്പൺ നറുക്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള പ്രോത്സാഹന സമ്മാനവും ചടങ്ങിൽ വിതരണം ചെയ്തു. പമ്പ് MD ബേഴ്സി ജോസഫ്, മാനേജർ മനോജ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മധ്യവേനൽ അവധി കഴിഞ്ഞ സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറന്നു. പ്രവേശനോത്സവം ഒരുക്കി ആഘോഷപൂർവ്വം കുട്ടികളെ വരവേറ്റ് വിദ്യാലയങ്ങൾ. വിദ്യാഭ്യാസ രംഗത്തെ നിലവാരം ഉയർത്തുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. പുതുയുഗ വിദ്യാലയങ്ങൾ സൃഷ്ടിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി. കൈലിയാട്, എലിയപ്പറ്റ, ചളവറ, മുണ്ടക്കോട്ടുകുറിശി റോഡുകളുടെ തകർച്ച. പ്രതിഷേധവുമായി BJP. ചളവറ സെന്ററിൽ റോഡ് ഉപരോധിച്ചു. ജനങ്ങളെ വെല്ലുവിളിച്ചാൽ ഭരിക്കുന്നവരെ താഴെ ഇറക്കുമെന്ന് താക്കീത്. മണ്ണാർക്കാട് നഗരസഭാ ബസ് സ്റ്റാൻഡിൽ താൽക്കാലികമായി നടപ്പാക്കിയ ക്രമീകരണം തുടരാനാവില്ലെന്ന് ബസ് ഉടമകളും ജീവനക്കാരും. പരിഷ്കാരം അടിച്ചേൽപ്പിച്ചാൽ സർവീസ് നിർത്തിവെക്കുമെന്നും നേതാക്കൾ. അങ്ങാടിപ്പുറം, വാണിയമ്പലം, നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനുകളിൽ പ്ലാറ്റ്ഫോമുകളുടെ നീളം കൂട്ടും. തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് നിലമ്പൂരിലേക്ക് നീട്ടുന്ന ആവശ്യം പരിഗണിക്കുമെന്നും ദക്ഷിണ റെയിൽവേ അഡീഷണൽ ജനറൽ മാനേജർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.